നമസ്കാരം. ഒരു കപ്പൂച്ചിൻ വൈദികനെ കേന്ദ്ര കഥാപാത്രമാക്കി അവതരിപ്പിച്ച കൊമേഴ്ഷ്യൽ സിനിമയായ വരയൻ്റെ തിരക്കഥാകൃത്ത് ഫാദർ ഡാനി കപ്പൂച്ചിനാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. നിരവധി കയ്യടികൾ ഏറ്റുവാങ്ങിയ ഈ സിനിമ നിരവധി വിമർശനങ്ങൾക്കും വിധേയമായി. ആ വിമർശനങ്ങൾക്കുള്ള മറുപടിയും സിനിമയുടെ വിശേഷങ്ങളുമാണ് ഫാദർ ഡാനി കപ്പൂച്ചിൻ ഇന്ന് പക്ഷം മറുപക്ഷത്തിൽ നമ്മോട് പങ്കുവയ്ക്കുന്നത്. അച്ഛാ, സ്നേഹത്തോടെ പ്രോഗ്രാമിലേക്ക് അച്ഛനെ സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു. അച്ഛനൊരു കത്തോലിക്ക പുരോഹിതനാണ്, കപ്പൂച്ചിൻ സന്യാസ സഭയിലെ അംഗമാണ്. അച്ഛൻ എങ്ങനെയാണ് സിനിമാ മേഖലയിൽ എത്തിപ്പെട്ടത്? ചെറുപ്പം മുതലേ സിനിമയോട് നമുക്ക് താല്പര്യമുണ്ട്, കഥകളോടുള്ള താല്പര്യം. പിന്നീട് കഥകളുടെ ഒരു ഏറ്റവും വലിയ ആവിഷ്കാര രൂപമായ സിനിമയോടുള്ളൊരു താല്പര്യമായിട്ട് മാറി. പിന്നെ നമ്മുടെ ജീവിതവുമായിട്ട് അതിന് ബന്ധമുണ്ട്. യേശു ക്രിസ്തു കഥകൾ പറയുന്നു, നമ്മളും ആ കഥകളെക്കുറിച്ച് പറയുന്നു. കർത്താവിൻ്റെ ആ കാലത്ത് സിനിമകളില്ലായിരുന്നു. അത് പറച്ചിലിലും കേട്ട് കേൾവിയിലും വായ്മൊഴിയിലും എഴുത്തിലും ഒതുങ്ങി. ഇപ്പോൾ നമുക്കത് കുറച്ചുകൂടെ വിശാലമായ സ്പേസിൽ സിനിമയിൽ കാണിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അത്തരം സിനിമയോടുള്ള ആ ഒരു താല്പര്യം, നമ്മുടെ ഒരു മിനിസ്ട്രിയിൽ നിന്നും അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് വരുന്നൊരു താല്പര്യം, ഒപ്പം അതിന് പറ്റിയ സൗഹൃദം. ഇത് ഡയറക്ടർ ചെയ്ത ജിയോ ജോസഫ് എൻ്റെ സുഹൃത്താണ്. ആ ഒരു സൗഹൃദം ഒക്കെ ആയിട്ട് അതൊരു പ്രായോഗിക തലത്തിലേക്ക് എത്തി സിനിമയായി. വരയൻ സിനിമയിൽ എബി എന്നൊരു കപ്പൂച്ചിൻ വൈദികനാണ് കേന്ദ്ര കഥാപാത്രം. ഈ ഒരു സിനിമയുടെ ത്രെഡ് അച്ഛൻ എങ്ങനെ രൂപപ്പെടുത്തി? ഈ ഒരു ത്രെഡ് ഒന്നാമത് നമുക്ക് വളരെ പരിചയമുള്ള മേഖലയിൽ നിന്നും എല്ലാവരുടെയും ജീവിതത്തിലൊക്കെ, അതുപോലെ ഞങ്ങളുടെയൊക്കെ പല ഇടവകളിലും ഒക്കെ ഇങ്ങനെ കപ്പൂച്ചിൻ അച്ഛന്മാർ ഇരിക്കാറുണ്ട്. ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് പൊതുവേ കപ്പൂച്ചിൻ അച്ഛന്മാർ ഇടവക വൈദികരല്ലെങ്കിലും ചില സാഹചര്യങ്ങളിലൊക്കെ വൈദികർ ഇരിക്കാറുണ്ട്. അത്തരം ചില സന്ദർഭങ്ങളും പലരുടെയും ജീവിതത്തിലുണ്ടാകുന്ന കൊച്ചു കൊച്ചു എലമെൻസും ഒക്കെ ഒരു കഥയിൽ കൂട്ടിച്ചേർത്താണ് ഈ സിനിമയിലേക്ക് നമ്മൾ പോയത്. അത് ഞാൻ ഈ ജിജോയോട് പറഞ്ഞപ്പോൾ, ഒരു വൈദികൻ്റെ കഥയായതുകൊണ്ട് ഒരു സിനിമയിൽ എങ്ങനെ ഇത് ശരിയാകുമെന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. ഞാനതൊന്ന് പറഞ്ഞു നോക്കിയപ്പോൾ ഇതിനകത്തൊരു സിനിമാറ്റിക് എലമെൻ്റ് ഉണ്ട്, എക്സൈറ്റിംഗ് ആയിട്ട് മാറും എന്ന് ജിജോ ജോസഫ് അത് പറഞ്ഞിട്ട് അച്ഛനത് ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ പറഞ്ഞു. അങ്ങനെ ഇതെല്ലാം കൂടെ തുന്നിക്കെട്ടി ഒരു കഥയിൽ കോർത്തിണക്കി ഒരു സിനിമയായതാണ്. പലപ്പോഴും വെച്ചാൽ നമ്മൾ മലയാള സിനിമയൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ വൈദികർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടുള്ള സിനിമ വളരെ കുറവാണ്. പ്രത്യേകിച്ചൊരു എനിക്ക് തോന്നുന്നു 2000-ന് ശേഷമൊക്കെ അത്തരം സിനിമകൾ വളരെ കുറവാണ്. ഇപ്പോൾ ഇറങ്ങിയ സിനിമകളായിക്കോട്ടെ, ഇപ്പോൾ റോമൻസ് ആണെങ്കിൽ അതിലൊരു വൈദികരെ വെറും കോമാളികളായിട്ട് അവതരിപ്പിക്കുന്നു. പിന്നെ ഒരു സിനിമ നമുക്ക് അപവാദമായിട്ട് പറയാവുന്ന ഒരു വാരിക്കുഴിയിലെ കൊലപാതകം, ആ സിനിമയിലും വൈദികൻ തന്നെയാണ് അതിൻ്റെ കേന്ദ്ര കഥാപാത്രം. ഈ വരയൻ സിനിമയിൽ ഒരു വൈദികനെ ഇത്തരത്തിൽ ഒരു കേന്ദ്ര കഥാപാത്രമാക്കി ഇത്തരത്തിൽ അവതരിപ്പിക്കുമ്പോൾ ആ ഒരു സിനിമ എടുക്കാൻ പലരും ധൈര്യപ്പെടാറില്ല. ആ ഒരു ടീമിനെ അച്ഛൻ എങ്ങനെ ഫോം ചെയ്തു? പ്രത്യേകിച്ച് അച്ഛൻ സൂചിപ്പിച്ചു, ഡയറക്ടറോട് പറഞ്ഞു, ഡയറക്ടർ അച്ഛൻ്റെ സുഹൃത്താണ്. ഈ ഒരു ടീം എങ്ങനെയാണ് രൂപപ്പെട്ടത്? ടീം രൂപപ്പെടാൻ കാര്യം, ഇതിനകത്ത് സാധാരണഗതിയിൽ ഇപ്പോൾ പറഞ്ഞ കണക്ക് വാരിക്കുഴിയിലെ കൊലപാതകം ആണെങ്കിൽ പോലും ആ സിനിമ ശ്രദ്ധേയമായ സിനിമയാണ്. പക്ഷെ അതിനകത്തും വൈദികനാണെങ്കിലും അദ്ദേഹം ഒരു SI ആയിരുന്നു എന്നും, വൈദികനായിട്ട് ഇങ്ങനെ ഇടവകയിലെ കാര്യത്തിലൊരു പ്രത്യേക സന്ദർഭത്തിൽ ആ ഉള്ളിലെ SI വർക്കൗട്ട് ആകുന്നതാണ്. അല്ല, ഒരു അച്ഛൻ്റെ കോസ്റ്റ്യൂമിൽ നിന്നൊന്ന് മാറുന്നുണ്ട് കഥ. അതുപോലെ തന്നെ ഇപ്പോഴത്തെ പ്രീസ്റ്റ് മമ്മൂട്ടി കപ്പൂച്ചിൻ വൈദികനാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ബേസിക്കലി അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു കുറ്റാന്വേഷകൻ ഉണ്ടെന്നും ആ കുറ്റാന്വേഷകൻ വർക്കൗട്ടാകുന്നു. അപ്പോൾ അതിലെല്ലാം പറയാതെ പറയുന്നൊരു കാര്യം, ഒരു വൈദികം മാത്രമായാൽ അതിനകത്തൊരു ഹീറോയിസത്തിൻ്റെ എലമെൻ്റ് ഉണ്ടാകാൻ വലിയ സാധ്യത കുറവാണെന്നുള്ളതാണ്. പക്ഷേ വരയനകത്ത് അച്ഛൻ അടിമുടി അച്ഛൻ തന്നെയാണ്. പക്ഷേ അതിനകത്തുള്ളൊരു ഹീറോയിക് എലമെൻറ്റ്, ആ ഹീറോയിക് എലമെൻറ്റ് തന്നെ ഒരു കൊമേഴ്ഷ്യൽ എലമെൻറ്റാണ്. ആ എലമെൻറ്റ് സ്ട്രൈക്ക് ചെയ്തപ്പോഴാണ് ജിജോ ആദ്യം ഇത് പറയുന്നത്. അതിനുശേഷം സിജു വിൽസൺ തന്നെ പറയുന്നുണ്ട്. സിജു വിൽസന് വരുമ്പോൾ കഥ വൈദികനാണെന്നറിയത്തില്ല കഥാപാത്രം, പക്ഷേ കഥ പറയുന്ന ആൾ വൈദികനായതുകൊണ്ട് തന്നെ ഇതൊരു കൊമേഴ്ഷ്യൽ അല്ലാത്ത സംഭവമായിരിക്കുമോ. കഥ പറഞ്ഞു തുടങ്ങിയപ്പോൾ അതും വൈദികനെ കുറിച്ചാണ്. അപ്പോൾ അദ്ദേഹം ഒന്നും കൂടെ ഒന്ന് ഞെട്ടി, ഇത് വെറുതെ സമയം പോക്കായിരിക്കുമോ. പക്ഷേ കേട്ട് വന്നപ്പോൾ അതിനകത്തൊക്കെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള കണ്ടൻറ്റും കോമഡിയും കൊമേഴ്ഷ്യലായിട്ടുള്ള എലമെൻറ്റും ഉണ്ടെന്ന് സിജു വിൽസന് സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ തന്നെ അദ്ദേഹം സമ്മതിച്ചു, നമുക്കിത് സിനിമയാക്കാം. പിന്നെ പല പ്രൊഡ്യൂസർമാരുടെ അടുത്തും ചെന്നിട്ടുണ്ട്. അവരാരും ഈ സിനിമയുടെ കണ്ടൻറ്റ് മൂലം സിനിമ വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. മറ്റു പല സാങ്കേതികമായ മാർക്കറ്റ് ഇങ്ങനെയുള്ള കാരണങ്ങളാണ്. ഒടുവിൽ സത്യം സിനിമാസിൻ്റെ പ്രേമചന്ദ്രൻ AG പുള്ളിക്കും ഈ കഥ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അതിൻ്റെ സിനിമാറ്റിക് എലമെൻ്റൊക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഈ ടീം രൂപപ്പെട്ടത്.
അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛന് സിനിമയിലൊരു ഗോഡ് ഫാദർ അല്ല, പ്രത്യേകിച്ച് ഒരു സിനിമാ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നല്ല അച്ഛൻ വരുന്നത്. അതോടൊപ്പം തന്നെ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അച്ഛൻ പഠിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അച്ഛൻ്റെ ആദ്യത്തെ തിരക്കഥ തന്നെ ഒരു വിജയം എന്ന് തന്നെ വിലയിരുത്താം നമുക്ക്. ആ ഒരു വിജയത്തെ അച്ഛൻ എങ്ങനെ കാണുന്നു? ഒറ്റ വാക്കിൽ ദൈവാനുഗ്രഹം എന്ന് കാണുന്നു. കാരണം ഒരു വൈദികൻ്റെ കഥ പറയുമ്പോൾ അത് സിനിമ എന്നുള്ള നിലയിൽ വിജയിക്കണമെങ്കിൽ അത് കൊമേഴ്സ്യലായിരിക്കണം. അതേസമയം ഒരു വൈദികൻ്റെ കഥയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന പലതുമുണ്ട്. ആ പ്രതീക്ഷിക്കുന്ന പലതും എന്ന് പറയുമ്പോൾ ഞാനത് ഒരു ബൈബിൾ പശ്ചാത്തലത്തിൽ പ്രതീക്ഷിക്കുന്ന ഇതിൻ്റെയൊക്കെ ഇടയ്ക്കൂടൊരു കറക്റ്റ് നൂൽപ്പാലത്തിലൂടെ പോകുന്ന കണക്കൊരു പോക്ക് പോകേണ്ടതുണ്ട്. ഒരു കറക്റ്റ് അളവ്, ഈ അളവ് പിടിച്ചെഴുതുക എന്നുള്ളത് തന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ എഴുത്തിന് അപ്പുറത്തോട്ട് പോയെങ്കിലേ പറ്റൂ. ഇതിപ്പോൾ അച്ഛന്മാരെല്ലാം ഏറ്റെടുത്തു, സിസ്റ്റേഴ്സും ഭൂരിഭാഗം ജനങ്ങളും ഒക്കെ ഏറ്റെടുത്തു. അപ്പോൾ ആ ഒരു അളവ് അത് എല്ലാം ദൈവാനുഗ്രഹമാണ്. സ്പെഷ്യലി ഇത് നമുക്ക് ദൈവാനുഗ്രഹം എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന, അനുഭവിച്ചറിയാൻ പറ്റുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഞങ്ങൾ വളരെ ചെറിയ ടീമാണ് താരതമ്യേന. നടൻ ഒറ്റയ്ക്കൊരു ഹീറോ എന്ന നിലയിൽ ആദ്യത്തേതാണ്. ഡയറക്ടർ പുതിയതാണ്, സ്ക്രിപ്റ്റ് റൈറ്റർ പുതിയതാണ്, അതും സ്ക്രിപ്റ്റ് റൈറ്റർ അച്ഛനാണ്. പ്രൊഡ്യൂസർ താരതമ്യേന പുതിയതാണ്. ഇതെല്ലാ പശ്ചാത്തലത്തിലും ഇതൊക്കെ മറികടന്ന് പോകുമ്പോൾ അതിനൊരു സീക്രട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഞാനതിന് ഒറ്റവാക്കി ദൈവാനുഗ്രഹം എന്ന് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. അച്ഛൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അച്ഛനാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയത്. പക്ഷേ ഒരു കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് വേണ്ടിയാണ് സ്ക്രിപ്റ്റ് എഴുതിയത്. പക്ഷെ അച്ഛൻ്റെ ഒരു ഒറിജിനൽ സ്ക്രിപ്റ്റിൽ നിന്ന് ഈ കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് വേണ്ടതായിട്ടുള്ള എലമെൻറ്റ്സ് കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് ഈ സ്ക്രിപ്റ്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വന്നിരുന്നു? ഇല്ല, നമ്മുടെ ഇതിനകത്ത് കൊമേഴ്ഷ്യലായിട്ട് എന്തെങ്കിലും സ്പെഷ്യലി ചേർക്കണമെന്ന് കരുതി ചിന്തിച്ചതല്ല. ഇപ്പം നമ്മൾ ചിന്തിക്കുന്ന പോലെ ഇതിനകത്ത് സ്പിരിച്വാലിറ്റികൾ കൃത്യമായിട്ട് ചില സ്പിരിച്വാലിറ്റികൾ പറയണം എന്നൊരു കൃത്യമായ ധാരണയൊന്നുമില്ല. അതുപോലെ നമ്മൾ സാധാരണ സിനിമയിൽ പറയുന്നത് പോലെ വെറുതെ ഒരു പാട്ട്, ഒരു ഡാൻസ്, ഒരു അടി അങ്ങനെയൊക്കെ വെച്ചാൽ ചെറുപ്പക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, അങ്ങനെയൊന്നുമല്ല. ഈ കഥ ഇങ്ങനെ പോകുന്ന പോക്കിൽ അതിനകത്ത് ചേരുന്നതാണ് സ്പിരിച്വാലിറ്റിയും അതിൻ്റെ കൊമേഴ്സ്യാലിറ്റിയും ഒക്കെ അതിനകത്ത് ചേരുന്നതാണ്. അല്ല അതിനു വേണ്ടി എന്തെങ്കിലും നമ്മൾ ചേർത്തിട്ടില്ല. കോമഡികളൊക്കെ സിറ്റുവേഷണൽ കോമഡികൾ, ഒരു കോമഡിക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കുകയോ ഇനി എന്തെങ്കിലും കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ അത് സിനിമയെ വലിച്ചു നീട്ടും, അല്ല എങ്കിൽ അത് ആ സാഹചര്യമായിട്ട് ചേരുന്നില്ല, അങ്ങനെയൊക്കെ കട്ട് ചെയ്തെങ്കിലേ ഉള്ളൂ. ഉള്ളതെല്ലാം അതിൻ്റെ മെയിൻ സംഭവങ്ങളുമായിട്ട് ചേർന്ന് പോകുന്ന രസകരമായ സംഭവങ്ങളും സ്പിരിച്വാലിറ്റിയുമാണ്. ഒന്നും കൂടുതൽ അതിനുവേണ്ടി ചേർക്കുകയോ കുറയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അച്ഛൻ വരേനെ വിലയിരുത്തുമ്പോൾ ഒരു ക്രൈസ്തവ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സിനിമയായിട്ടാണോ അതൊരു കൊമേഴ്ഷ്യൽ സിനിമയായിട്ടാണോ അച്ഛൻ വരേനെ വിലയിരുത്തുന്നത്? രണ്ടും കൃത്യമായിട്ട് ചേരുന്നൊരു സിനിമയായിട്ടാണ്. കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ കൊമേഴ്ഷ്യലി എത്രയോ ഭയങ്കര സിനിമകളുണ്ടായിട്ടുണ്ട്. ഇത് നമ്മളൊരു ഭയങ്കര കൊമേഴ്ഷ്യൽ പടം എന്നല്ല പറയുന്നത്. ഒരു അച്ഛനെ കഥാപാത്രമാക്കി ചെയ്യുന്നൊരു സിനിമയിൽ പരമാവധി കൊമേഴ്ഷ്യലായിട്ടുള്ള ആസ്പെക്റ്റും എന്നാൽ ക്രൈസ്തവ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആസ്പെക്റ്റുമായിട്ട് തന്നെ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടുതൽ ഓരോ എലമെൻറ്റും ആൾക്കാർക്ക് ചർച്ച ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഏതാണ് അതിൻ്റെ സ്പിരിച്വാലിറ്റി എന്നൊക്കെ. എബി എന്ന സിനിമയിലെ കപ്പൂച്ചിൻ വൈദികൻ ഒരു യഥാർത്ഥ ഒരു വൈദികരുടെ ഒരു റോൾ മോഡലായിട്ട് നമുക്ക് ഉയർത്തി കാട്ടാൻ സാധിക്കുമോ? കാരണം വിമർശനങ്ങൾ നിരവധി ഉയർന്നിട്ടുണ്ട്. കള്ളു കുടിക്കുന്ന വൈദികൻ, പ്രണയപരമായിട്ടുള്ള സോങ് സീക്വൻസൊക്കെ അതിലുണ്ട്. അതോടൊപ്പം ചീട്ട് കളിക്കുന്ന വൈദികൻ, സ്റ്റണ്ടിൽ ഏർപ്പെടുന്ന വൈദികൻ. അത്തരത്തിലൊരു വൈദികനെ നമുക്കൊരു റോൾ മോഡലായിട്ട് പൊതുസമൂഹത്തിന് മുമ്പിൽ, കാരണം ഒരു വൈദികനാണ് ഇതിൻ്റെ ഒരു തിരക്കഥ എഴുതിയത്, അതോടൊപ്പം തന്നെ ആ ഒരു ടീമാണ്, നല്ലൊരു ടീമാണ് ഫോം ചെയ്ത് ഈ സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത്. അത്തരത്തിലൊരു ടീമിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു സിനിമ ചെയ്യുമ്പോൾ ആ കഥാപാത്രത്തിലെ ആ ഒരു വൈദികനെ പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു റോൾ മോഡലായിട്ട് നമുക്ക് ഉയർത്തി കാണിക്കാൻ സാധിക്കുമോ? ഒന്നാമത്തെ കാര്യം, ഒരു വൈദികൻ്റെ റോൾ മോഡൽ മറ്റൊരു വൈദികനല്ല. ഓരോ വൈദികൻ്റെ റോൾ മോഡൽ ക്രിസ്തുവാണ്. അപ്പോൾ ഈ വൈദികൻ മറ്റൊരു വൈദികന് റോൾ മോഡലാണോ എന്നുള്ള പ്രശ്നം തന്നെ ഉദിക്കുന്നില്ല. കാരണം ഓരോ വൈദികൻ്റെ റോൾ മോഡൽ ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ ഓരോരുത്തരും ഏറിയും കുറഞ്ഞും പ്രതിഫലിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ വൈദികൻ മറ്റൊരു വൈദികന് റോൾ മോഡലാണോ എന്ന ചോദ്യം തന്നെ അത്ര പ്രസക്തമായിട്ട് നമ്മൾ എടുക്കണ്ട. കാരണം ഓരോ വൈദികൻ്റെ റോൾ മോഡൽ ക്രിസ്തുവാണ്.
ഇനി നമുക്കതിൽ നിന്ന് ചിന്തിക്കാമെന്നുള്ളത്, ഈ വൈദികൻ ക്രിസ്തുവുമായിട്ട് എത്രമാത്രം ചേർന്ന് നിൽക്കുന്നു അല്ലെങ്കിൽ അകന്ന് നിൽക്കുന്നു എന്നൊരു കാര്യമാണ്. അവിടെ നമുക്ക് പ്രശ്നമായിട്ട് വരുന്നത്, ഇദ്ദേഹം ചീട്ടുകളി സ്ഥലത്ത് പോകുന്നുണ്ട്, ചീട്ട് കളിക്കുന്നുണ്ട്, കള്ള് ഷാപ്പിൽ ചെന്ന് പെട്ടുപോകുന്നുണ്ട്, ഒരു ഗുണ്ടയെ കണ്ട് പേടിച്ച് അവിടെ ചെന്ന് പെട്ടുപോകുന്നുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചു എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലേ. സ്വർഗത്തിൽ നിന്ന് ദൈവം ഭൂമിയിലോട്ട് വന്നു. ദൈവം ഇറങ്ങി വന്നത് വലിയൊരു കള്ള് ഷാപ്പിലേക്കല്ലേ, വലിയൊരു ചീട്ടുകളി സങ്കേതത്തിലേക്കല്ലേ. എന്ന് പറഞ്ഞാൽ പാപികളെ തേടി വന്ന ദൈവം എന്നാണല്ലോ നമ്മൾ പറയുന്നത് ക്രിസ്തുവിനെ കുറിച്ച്. പാപികളെ തേടി വന്നത് എന്ന് പറഞ്ഞാൽ, അത്തരമൊരു ലോകത്തിലേക്ക് ഇറങ്ങി വന്ന ക്രിസ്തുവിനെ നമ്മൾ വിശ്വസിക്കുകയും ചീട്ടുകളി സ്ഥലത്ത് കണ്ട ഒരു വൈദികനെ ക്രിസ്തുവിൽ നിന്ന് വിഭിന്നമായി കാണുകയും ചെയ്യുന്നത് നമ്മളുടെ ക്രിസ്തു സങ്കല്പത്തിൻ്റെ പ്രശ്നമാണ്. ഒരു സംശയം. അച്ഛൻ പറഞ്ഞു ഇപ്പം പാപികളുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്ന ഈശോയുടെ ഒരു പിക്ചറാണ് ആ സിനിമയിലൂടെ പ്രൊജക്ട് ചെയ്യുന്നത്. പക്ഷെ കള്ള് ഷാപ്പിലേക്ക് കയറുന്ന വൈദികൻ എന്തിനാണ് ഒരു കള്ളു കുടിക്കുന്ന ഒരു സീൻ അതിൽ ഉൾപ്പെടുത്തുന്നത്? അപ്പോൾ അതിലേക്കൂടെ അതിൻ്റെ രണ്ടാമത്തെ ഒരു തലമാണ്, അവിടെ കള്ള് ഷാപ്പിൽ ചെന്ന് പെട്ടുപോകുന്നൊരു വൈദികൻ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി കള്ള് കുടിക്കുന്നത്. പക്ഷെ നമ്മൾ സുവിശേഷമായിട്ട് താരതമ്യം, സുവിശേഷത്തെ വിലയിരുത്തുമ്പോൾ സുവിശേഷത്തിൽ ഏതെങ്കിലും ഒരു സീനോ സുവിശേഷത്തിൻ്റെ ട്രെയിലറോ വെച്ചല്ല സുവിശേഷത്തെ വിലയിരുത്തുന്നത്. അവസാനം വരെ വായിച്ചിട്ട് ഈ സുവിശേഷത്തിനൊരു ബേസിക് സ്പിരിച്വാലിറ്റി ഉണ്ട്, ഈ ക്രിസ്തുവിനൊരു അടിസ്ഥാനപരമായ സ്പിരിച്വാലിറ്റി ഉണ്ട്. ആ ബേസിക് സ്പിരിച്വാലിറ്റിയിൽ നിന്ന് തിരിഞ്ഞു നോക്കിയാണ് കാണുന്നതെല്ലാം. അപ്പോൾ ക്രിസ്തു ചെയ്ത പല കാര്യങ്ങൾക്കും ഒരു മറുവശം ഉണ്ട് നമ്മൾ ചിന്തിക്കുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ക്രിസ്തു ഒരു സ്ത്രീ വന്ന് രോഗശാന്തിക്ക് വേണ്ടി ചോദിക്കുമ്പോൾ ക്രിസ്തു പറയുന്നു, മക്കൾക്കുള്ള അപ്പമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കാറില്ല എന്ന് പറഞ്ഞാൽ അവരെ നായെന്ന് വിളിക്കുന്നതിന് തുല്യമാണ് അല്ലേ. പിന്നെ ഒരു പാപിനിയായ സ്ത്രീ ഒരു സുഗന്ധക്കൂട്ടുമായിട്ട് ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വന്ന് കയറുന്നു. ആൾക്കാർ പറയുന്നുണ്ട്, ഇവൾ എത്രക്കാരിയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇതിന് സമ്മതിക്കുമായിരുന്നു അല്ലേ. ഇതിനകത്ത് ആ പ്രണയമൊക്കെ കയറ്റി പറയുകയാണ് ഞാൻ. സമരിയാക്കാരി സ്ത്രീയെക്കുറിച്ച് അത്ര നല്ല അഭിപ്രായമല്ല. അവളെ കാത്ത് ക്രിസ്തു അവിടെ നിൽക്കുന്നു. കാനായിലെ കല്യാണത്തിൽ ക്രിസ്തു നൃത്തം ചെയ്യുന്നു. ബൈബിളിൽ നൃത്തം ചെയ്യുന്നു എഴുതിയിട്ടില്ല, പക്ഷേ ദ ചോസൺ എന്ന് പറയുന്ന ഒരു സീരീസിൽ ക്രിസ്തുവിനെക്കുറിച്ച് വെൽ സ്റ്റഡീഡായിട്ട് നടത്തുന്ന, ആ വീഞ്ഞ് തീർന്നു പോയപ്പോൾ എന്തിനാണ് വീഞ്ഞ്, അതൊരു ലഹരിയല്ലേ എന്ന് പറഞ്ഞ് ക്രിസ്തു പിന്മാറുകയല്ല, മറിച്ച് വെള്ളം വീഞ്ഞാക്കുന്നു. ഈ വെള്ളം വീഞ്ഞാക്കുന്നു മാത്രമല്ല, ക്രിസ്തുവിനെക്കുറിച്ച് ആൾക്കാർക്കൊരു പരാതിയുണ്ട്, വീഞ്ഞു കുടിയൻ, ഭോജനപ്രിയൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആൾക്കൂട്ടത്തിലെ വിരുന്നുകളിലൊക്കെ ക്രിസ്തു ഉണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം കഴിയുമ്പോൾ ഈ ഏറ്റവും ലഹരിയുള്ള വീഞ്ഞ് ക്രിസ്തുവാണ്. അതുപോലെ ഈ എബിച്ചൻ എല്ലായിടത്തും ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം കഴിയുമ്പോൾ കള്ളുകുടിയൻ, ക്രിസ്തുവിനെക്കുറിച്ച് വീഞ്ഞുകുടിയൻ എന്ന് പറഞ്ഞതുപോലെ കള്ളുകുടിയൻ എന്ന് നമുക്ക് പറയാവുന്നൊരു വിമർശനം. എല്ലാം കഴിയുമ്പോൾ ആ സിനിമയിൽ ഉടനീളം നോക്കുമ്പോൾ ചെത്തിയിറക്കിയ പുതിയ കള്ളിനേക്കാൾ വീര്യം ഇയാൾക്കായിരുന്നു. പിന്നീട് തുടരെ ഇയാൾ കള്ള് ഷാപ്പിൽ വരുന്നതല്ല കാണിക്കുന്നത്, മറിച്ച് കള്ള് ഷാപ്പിൽ എല്ലാവരും പുള്ളിയുടെ പിന്നാലെ പായുന്നതാണ്. ഇത് ക്രിസ്തുവിൻ്റെ റൂട്ടാണ്. കുറച്ചും കൂടെ മനസ്സിലാക്കണമെങ്കിലും ആർസ് എന്ന ഇടവകയിൽ ജോൺ മരിയവിയാനി ചെല്ലുമ്പോൾ ഏതാണ്ട് ഇതിന് സമാനമായ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എത്ര ക്രിസ്ത്യാനികൾക്ക് ഇഷ്ടപ്പെടുമെന്നുള്ളതല്ല, എന്ന് വെച്ചാൽ എത്ര യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ മനസ്സിലാക്കുന്നവർക്ക് അതിന് യാതൊരു പ്രശ്നവുമില്ല. അതുകൊണ്ടാണ് വൈദികരത് ആ തരത്തിൽ തന്നെ മനസ്സിലാക്കുന്നതും ഭൂരിഭാഗം ക്രിസ്ത്യാനികളും അങ്ങനെ മനസ്സിലാക്കുന്നു. മറ്റുള്ളവർ ആ ക്രിസ്തു സങ്കല്പത്തെക്കുറിച്ചൊന്ന് ഗൗരവമായി ചിന്തിക്കുക എന്നുള്ളതാണ് കാര്യമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പറഞ്ഞതുപോലെ ഇപ്പം ക്രിസ്തുവിൻ്റെ ചില എലമെന്റ്സ് സിനിമയിലുണ്ട്. ഇപ്പോൾ പറഞ്ഞ പാപികളുടെ ഒപ്പം യാത്ര ചെയ്യുന്നു, അല്ലെങ്കിൽ പാപികളിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. അതോടൊപ്പം തന്നെ ക്രിസ്തുവിന്റെ മറ്റൊരു മുഖമുണ്ട്. ഞാൻ ഒരു വിമർശനാത്മകമായിട്ട് ചോദിക്കുന്ന, കാരണം ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച യേശു കുരിശില് അത്രയധികം തനിക്ക് അപമാനം ഏൽപ്പിച്ച, തന്നെ അധിക്ഷേപിച്ച, തന്നെ ആക്രമിച്ച ശത്രുക്കളോട് മരണത്തിന്റെ ആ നിമിഷത്തിൽ പോലും സ്നേഹിച്ച ആ ഒരു ക്രിസ്തു നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ സിനിമയിൽ ഈ പറഞ്ഞ പോലെ ഗുണ്ടകളെ അടിക്കുന്നു, ഗുണ്ടകളുമായിട്ട് സ്റ്റണ്ട് നടത്തുന്നു, അങ്ങനെ ഒരു പിക്ചർ. ആ ഒരു പിക്ചർ കൂടി നമുക്ക് ആ ഒരു സിനിമയിൽ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. എങ്കിൽ മാത്രമല്ലേ ക്രിസ്തുവിന്റെ ഒരു ചിത്രം പൂർണ്ണമായും നമുക്ക് ട്രailerൽ നിന്നുള്ള സിനിമ കണ്ടിരുന്നു. അപ്പൊ അതിനകത്ത് കൃത്യമായിട്ടുണ്ട്, ഞാൻ പറഞ്ഞു തരാം. ലാസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരുന്നുണ്ട്, അത് സംഭവിക്കുന്നു. അതാണ് അത്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരുന്നത് മാത്രമല്ല, ആദ്യം ഇന്റർവെല്ലിൽ അടിയിൽ നിന്ന് പറഞ്ഞു തുടങ്ങണം. ആ ഇന്റർവെല്ലിൽ അടി നടന്നു, അതിനെക്കുറിച്ച് ആ ബിഷപ്പ് വന്നിട്ട് ചോദ്യം ചെയ്യുന്നു.
ആൾക്കാർ ചോദ്യം ചെയ്യുന്നു. എബിച്ചൻ എന്തെങ്കിലും പറയാനുണ്ടോ? ആ ചോദ്യം ഇതാണ്: പള്ളിയിൽ ക്ഷമയെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരുന്ന അച്ഛൻ എന്തിനാണ് ഈ പള്ളിമുറ്റത്ത് ഈ ഗുണ്ടായുസം കാണിച്ചത്? അപ്പോൾ അതിന് അച്ഛൻ പറഞ്ഞ ഉത്തരവാണ്: ഞാൻ ക്ഷമിക്കണമെങ്കിൽ എന്നെ അടിക്കണം. പള്ളിക്കകത്ത് അലമ്പ് കാണിച്ചാൽ ഞാൻ അടിക്കും, ഇനിയും അടിക്കും. ഇതിനകത്ത് കൊമേഴ്സ്യാലിറ്റി ഉണ്ട്, സ്പിരിച്വാലിറ്റി ഉണ്ട്. അതായത് ഞാൻ ക്ഷമിക്കണമെങ്കിൽ എന്നെ അടിക്കണം, പള്ളി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതാണ്. അത് നമ്മൾ സുവിശേഷത്തിൽ വായിച്ചിട്ടുണ്ട്. എൻ്റെ പിതാവിൻ്റെ ഭവനം നിങ്ങൾ കവർച്ചക്കാരുടെ ഗുഹയാക്കി മാറ്റി. ആ ദേവാലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത അവനെ വിഴുങ്ങിക്കളഞ്ഞു. അവൻ ചാട്ടവാറുണ്ടാക്കി എല്ലാവരെയും പുറത്താക്കി നാണയമേശക്കാരുടെ മേശയും ഇരിപ്പിടങ്ങളുമൊക്കെ തട്ടിമറിച്ചിട്ടു. അപ്പോൾ ഇവിടുത്തെ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ക്ഷമിക്കണമെങ്കിൽ എന്നെ അടിക്കണം. ഇനി സിനിമയുടെ അവസാനം അച്ഛനെ അടിക്കുന്നതാണ് കാണിക്കുന്നത്. അടിക്കുമ്പോൾ പുള്ളി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, വാളുകൊണ്ട് വില്ലൻ്റെ കഴുത്തിന് വെച്ചിട്ട് കൊന്നുകളയാനും മാത്രം എന്ത് തെറ്റാണ് ചെയ്തത്? ഇത് ഈശോ ചോദിച്ച ചോദ്യമാണ്. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് എന്നോട് പറയുക, അല്ലെങ്കിൽ എന്തിനെന്നെ അടിക്കുന്നു? എന്നിട്ടും അടിച്ചു. ഒടുവിൽ അവരെ എല്ലാം പോലീസ് കൊണ്ടുപോകുമ്പം, അവരെ ഇറക്കിക്കൊണ്ടുപോകുമ്പോൾ അച്ഛൻ പറഞ്ഞൊരു ഡയലോഗുണ്ട്. എന്താണ്? SI പറയുന്നത് ഇതാണ് പ്രായോഗികമായിട്ട്. എന്താണ്? അച്ഛൻ ഇങ്ങനെ തുടങ്ങിയ ഒരു കാലത്തും ഇവന്മാർ നന്നാകത്തില്ല. അപ്പോൾ പുള്ളി പറയുന്നത് നാട്ടുകാരെ മുഴുവൻ നന്നാക്കാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. കിട്ടുന്ന സമയത്ത് നമ്മളങ്ങ് നന്നായിക്കോണം. ആ ഒരു പീഡകൾക്ക് ഒടുവിൽ കുരിശിൽ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് പൊറുക്കണമേ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ നമുക്കവിടെ കാണാൻ പറ്റുന്നില്ലേ? ക്രിസ്തുവിൻ്റെ അനുഗമിക്കുന്ന ഒരാൾ മറ്റുള്ളവരെ നന്നാക്കുക എന്നുള്ളതല്ല, ഞാനങ്ങ് നന്നാവുക ആണ് എന്ന് പറയുന്നത് ആ ക്രിസ്തുവിൻ്റെ ഭാഷയ്ക്ക് ചേർന്ന് പോകുന്നു എന്ന് ആ സിനിമയിൽ അവസാനിപ്പിക്കുന്നിടത്താണ് സിനിമ അവസാനിക്കും. ഒരു കൊമേഴ്ഷ്യൽ സിനിമ എന്ന നിലയിൽ അച്ഛൻ പറഞ്ഞതുപോലെ ഇത്തരം കാര്യങ്ങൾ ഇത്തരം രംഗങ്ങളിലൂടെ സിനിമയിൽ പ്രസന്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ മറ്റൊരു വിമർശനം വെച്ചാൽ ഇതൊരു യാഥാർത്ഥ്യത്തോട് ചേർന്ന് പോകുന്നതാണോ? നമ്മുടെ ഈ കാലഘട്ടത്തിലെ വൈദികരിങ്ങനെ ഗുണ്ടകളുമായിട്ട് അടി നടത്തുന്നു, അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞ പോലെ ഒരു പല മെസ്സേജും പല സീനുകളിലും വളരെ കാവ്യാത്മകമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഒരു സിനിമയാണ്, അത് ഞാൻ സമ്മതിക്കുന്നു. എങ്കിലും ഒരു യാഥാർത്ഥ്യം അതിൻ്റെ അകത്തുണ്ടോ? ഒരു റീസണബിൾ ആയിട്ട് നമുക്ക് ആ ഒരു രംഗങ്ങളെയൊക്കെ ഒരു വൈദികന്റെ പശ്ചാത്തലത്തിൽ നമുക്കത് വിലയിരുത്താൻ യാഥാർത്ഥ്യമല്ലാത്തത് എന്ന് തോന്നിയ എലമെന്റ്സ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കാരണം നമുക്ക് അങ്ങനെ ആണല്ലോ. അതായത് ഇപ്പം ഒരു ഇടവകയിലെ ഒരു വൈദികൻ ഇടവകയിലുള്ളവരെ ഇത്തരത്തിലൊരു ഗുണ്ട അടിക്കുന്നു, ഇടിക്കുന്നു, തൊഴിക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നു. അത് നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു ആ ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ അങ്ങനെ ഒരു സീക്വൻസ് അവിടെ ഫോം ചെയ്യണോ എന്നൊരു വിമർശനം. അതിനകത്ത് പ്രധാനമായിട്ട് ഇത് സിനിമയായിട്ട് തന്നെ മനസ്സിലാക്കണം. നമ്മൾ ഒരു ഇടവകയിൽ 4-5 വർഷം കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ 2.5 മണിക്കൂർ സിനിമയായിട്ട് കാണിക്കുക. ഉദാഹരണത്തിന് ഒരു വില്ലനെ തന്നെ നമ്മൾ അയാൾ വില്ലനാണെന്ന് മനസ്സിലാക്കുന്നത് 2.5 മണിക്കൂർ കൊണ്ടല്ല, ഒരു സിനിമ ടൈമിലല്ല. അയാളുമായിട്ട് ജീവിച്ച 3 വർഷം കൊണ്ടായിരിക്കും ഇയാൾ വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന ഇയാളൊരു വില്ലനായിരുന്നു എന്ന് മനസ്സിലാകും. അത് സ്പീഡാക്കി 1/2 മണിക്കൂർ കൊണ്ട് മനസ്സിലാക്കണമെങ്കിലോ? അതുപോലെ ഈ നാട്ടിൽ കൂടെ നിൽക്കുന്ന ആളെല്ലാം ഇവർ ഗുണ്ടകളാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ കൊല്ലാൻ നിൽക്കുന്നവരാണ് നമ്മൾ മനസ്സിലാക്കുന്നത് യഥാർത്ഥ ജീവിതത്തിൽ ഒരു 3 വർഷം കൊണ്ടായിരിക്കും. അതിനെ സിനിമയുടെ 15 മിനിറ്റ് കൊണ്ട് കാണിക്കേണ്ടി വരുമ്പോഴും. അപ്പം അത്തരത്തിൽ ഒരു സിനിമയിൽ എത്രമാത്രം റിയലായിട്ട് കാണിക്കാവോ അത് നമ്മളങ്ങനെ കാണിക്കുന്നു. അതിൻ്റെ റിയാലിറ്റിയിലോട്ട് കൃത്യം റിയാലിറ്റി പിടിക്കാനാണെങ്കിൽ ഈ സിനിമ 3 വർഷം കാണിക്കണം. കാരണം എല്ലാ ഇടവകളിലും ഇതിൻ്റെ പല രൂപങ്ങൾ പലതരത്തിലുണ്ട്. അപ്പോൾ അതിനെ സിനിമയുടെ ഭാഷയിൽ അതിനെ കാണുമ്പോൾ അത് റിയലാണ്. ആ സിനിമ കണ്ടിട്ട് ഇതൊരു ഇടവകയിൽ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ നമ്മൾ അതും കൂടെ ചോദിക്കണം, ഇത് ഇടവകയിൽ 2.5 മണിക്കൂർ കൊണ്ട് സംഭവിക്കുമെന്ന്. അപ്പോൾ അതിനെ നമ്മളൊരു സിനിമയിലേക്ക് ചുരുക്കുമ്പോൾ അതിൻ്റെ സിനിമാറ്റിക് എലമെൻറ്റുകളിലൂടെ പോകുമ്പം അത് റിയലാണ്, സിനിമാറ്റിക്കലി റിയൽ. മറ്റൊരു വിമർശനം, പ്രത്യേകിച്ച് ആ സിനിമയിലെ ഒരു പ്രണയ രംഗങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ഉദാത്തമായ ഒരു പ്രണയത്തെ അവതരിപ്പിക്കുന്നു എന്നാണ് സിനിമയിലൂടെ പറയുന്നത്. ലാസ്റ്റത്തെ ആ സിനിമയുടെ ഒരു പഞ്ച് ഡയലോഗ് ഉണ്ട്, എൻ്റെ ഒരു അനീത്തി കുഞ്ഞി. ഇപ്പം ആ മഴയത്ത് ആ നായിക കയറി വരുന്നു, അപ്പം അച്ഛൻ തല തോർത്തിക്കൊണ്ട് പറയുന്നു കുഞ്ഞിനെയാണ് ഞാൻ കാണുന്നത്, അങ്ങനെ രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ ഒരു വൈദികനെ അത്തരത്തിലൊരു പ്രണയ രംഗങ്ങളിലേക്കൊക്കെ നമുക്കൊരു സോങ് സീൻ ഉണ്ട്. അതോടൊപ്പം അതിന് മുമ്പ് പല കാര്യങ്ങളിലും ഇപ്പോൾ പറഞ്ഞ വൈദികൻ്റെ റൂമിൽ ആ ഒരു നായിക കയറി വരുന്നുണ്ട്, അവർ തമ്മിലുള്ള സംഭാഷണമുണ്ട്. അപ്പം ആ ഒരു മെസ്സേജ് കൺവേ ചെയ്യുന്നുണ്ട്, ഒരു സഹോദരൻ ബന്ധം എന്നുള്ളൊരു കാര്യം കൺവേ ചെയ്യുന്നുണ്ട്, അത് സമ്മതിക്കുന്നു.
പക്ഷേ അത്രയ്ക്കൊരു വലിച്ചു നീട്ടേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു വൈദികനെ വെച്ച് അത്ര ഒരു പ്രണയരംഗങ്ങളൊക്കെ അത് കാണിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ഒരു വിമർശനമാണ്. ഇല്ല, വൈദികരുടെ ജീവിതത്തിൽ എല്ലാ കാലത്തുമുള്ള ഒരു വെല്ലുവിളിയുടെ ഭാഗമാണല്ലോ. ഏതൊരു മനുഷ്യൻ്റെയും ഒരു പുരുഷൻ്റെയും ജീവിതത്തിൽ, ഒരു സ്ത്രീയുടെയും ജീവിതത്തിലുള്ള ഒരു വെല്ലുവിളിയുടെ ഭാഗമാണല്ലോ അത്. വെല്ലുവിളിയായിട്ടോ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഭാഗമാണല്ലോ അത്. അതിനെ നമ്മൾ ആ സിനിമയിൽ ഉടനീളം അത് കാണിക്കുന്നു. അത് കാണുമ്പോൾ എന്ത് പ്രശ്നമാണ് സംഭവിക്കാനുള്ളത്? കാരണം എന്ന് പറഞ്ഞാൽ അതിനെ വലിച്ചു നീട്ടേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അതിനും ഉത്തരം ക്രിസ്തു തന്നെയാണ്. ആ പെൺകുട്ടി സുഗന്ധക്കൂട്ടുവാണ്ട് വരുന്നത് കാണുമ്പോൾ ആൾക്കാരെല്ലാം പറയുന്നു ഇവൾ എത്തരക്കാരിയാണെന്ന് അറിയാമായിരുന്നിട്ട് ഇവൻ എന്തിനാണിത് സമ്മതിച്ചത് എന്ന് പറഞ്ഞാൽ അവളെ വീട്ടിൽ കയറുന്നതിന് മുമ്പേ ഒഴിവാക്കേണ്ടിയിരുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ആ സമരിയാക്കാരി സ്ത്രീയെക്കുറിച്ച് അറിയാവുന്ന സ്ത്രീ എന്തിനവിടെ പോയി കാത്തു നിന്നു? നേരത്തെ തന്നെ അവിടം വിട്ട് പോകേണ്ടിയിരുന്നില്ലേ? ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരു അതാണ്. അപ്പോൾ അതുപോലെ ഈ സ്ത്രീയെക്കുറിച്ച് അവളുടെ രീതികളുമായിട്ട് പോകുന്നു, എബിച്ചൻ്റെ രീതികളുമായിട്ട് പോകുന്നു. ആ പ്രണയം മറനീക്കി കൃത്യമായിട്ട് പുറത്തു വരുമ്പോൾ എബിച്ചൻ്റെ മനസ്സ് പുറത്തു വരുന്നു. അല്ലാതെ നമ്മൾ പ്രലോഭനത്തിന് സ്നേഹത്തിനും പ്രണയത്തിനുമൊക്കെ ഇത്ര കാലം ഇത്ര സമയം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിശ്ചയിക്കേണ്ട കാര്യമില്ലല്ലോ. അയാളുടെ ജീവിതത്തിലൂടെ അത് കടന്നു പോകുന്ന ഒരു സീക്വൻസായിട്ട് പോവുകയാണ്. പക്ഷേ ഒരു നിർണായക നിമിഷത്തിലേക്ക് എത്തുമ്പോൾ അത് ആ ഒരു കോണ്ടക്സ്റ്റിലാണ് അദ്ദേഹം പറയുന്നത്. അല്ലാതെ ഈ പ്രലോഭനത്തെ നേരിട്ട് കളയാം എന്ന് കരുതി ഇറങ്ങിത്തിരിക്കുന്ന ഒരു വൈദികനായിട്ടല്ല. അദ്ദേഹം അതൊരു പ്രലോഭനമായിട്ട് കണ്ടെന്ന് പോലും സിനിമ പറയുന്നില്ല. അതാണ് അതിൻ്റെ കാര്യം. അച്ഛാ, അതോടൊപ്പം തന്നെ ആ ഒരു സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷനാണ് ആ ഒരു ദേവാലയം. ആ ഒരു ലൊക്കേഷൻ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? അത് ഈ ചിത്തിരക്കായലിനപ്പുറത്തുള്ള ഒരു പള്ളിയാണ്, ആലപ്പുഴ. അത് നമ്മുടെ സഭയുടെ ഒന്നും കയ്യിലല്ല, ഒരു ട്രസ്റ്റിൻ്റെ കീഴിലാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ദേവാലയം ഉണ്ടെന്ന് നമുക്കറിയാമായിരുന്നു. നമ്മുടെ ഡയറക്ടറിനൊക്കെ അവിടെ പോയി അവരുമായിട്ട് സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചത് വാങ്ങിച്ചതാണ്. അവിടെ കുർബാനയൊന്നും നടക്കുന്നില്ല. അത് വളരെ ഇച്ചിരി ഷാബിയായിട്ട് കിടക്കുകയായിരുന്നു. അവിടെ എല്ലാം നമ്മൾ ഗ്രൗണ്ടൊക്കെ ക്ലിയർ ചെയ്ത് മണ്ണൊക്കെ ഇട്ട് ലെവലാക്കി പള്ളി പെയിൻ്റൊക്കെ അടിച്ചു. അത്യാവശ്യം ചില ആ മേടയുടെ പുറം ഭാഗങ്ങളൊക്കെ സെറ്റാണ്. ആ വരാന്ത, മണിമാളിക, അങ്ങനെയൊക്കെ അത് സെറ്റ് ചെയ്തെടുത്തതാണ്. അച്ഛാ, മറ്റൊരു കാര്യം, ഒരു സിനിമ കണ്ടപ്പോൾ തോന്നിയ ഒരു കാര്യമാണ് അതിനകത്ത് ഈ പോലീസുകാർ ആദ്യത്തെ ഒരു ഫസ്റ്റ് പാർട്ടിൽ ഗുണ്ടകളെ പിടിക്കാൻ വേണ്ടി ഒരു പാലം കടന്ന് അവിടെ എത്തുന്നുണ്ട്, കൽപ്പക്കരയിൽ എത്തുന്നുണ്ട്. അപ്പോൾ കുറേ സ്ത്രീകളെ കപ്പേളയുടെ ഒരുമിച്ചിരുന്ന് അവർ പാട്ട് പാടുന്നു, പരിശുദ്ധാത്മാവ് എന്നുള്ളൊരു പാട്ട് പാടുന്നു. അപ്പോൾ നാട്ടുകാർ പോലീസുകാരെ കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഫൈറ്റും കാര്യങ്ങൾ നടക്കുമ്പോഴും പോലീസുകാരെ മുട്ടുകുത്തി നിർത്തി പാടുന്ന പാട്ടും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ പരിശുദ്ധാത്മാവെ, പ്രത്യേകിച്ച് നമുക്ക് വിശ്വാസികൾ ഒത്തിരിയേറെ വൈകാരികമായ ഒരു അടുപ്പമുള്ളൊരു പാട്ടാണ്. ആ ഒരു കോമഡിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എങ്കിൽ പോലും ആ ഒരു പാട്ടിനെ അവിടെ ഒരു ഇൻസേർട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ ആൾക്കാരുടെയൊക്കെ റിയൽ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഈ ചോദിച്ച ചോദ്യമില്ലേ, അത് സിനിമയിൽ ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നോ എന്ന് ചോദിക്കുന്ന സമയത്ത് ആൾക്കാർ ചോദിക്കേണ്ടതാണ്, നമ്മൾ ഈ പ്രാർത്ഥനകളൊക്കെ ഇങ്ങനെയാണോ സമീപിക്കേണ്ടത് എന്ന് അവരോട് ചോദിക്കുന്നൊരു ചോദ്യമാണ് അല്ലേ. അയലത്തെ വീട്ടിലെ സ്ത്രീയും രണ്ടുപേരൂടെ തെറി പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് പള്ളി മണിയടിക്കുമ്പം കുർബാനയ്ക്ക് സമയമായി, കഴിഞ്ഞിട്ട് വന്ന് ബാക്കി പറയാമെന്ന് പറഞ്ഞ് പോയി കുർബാന കഴിഞ്ഞിട്ട് ബാക്കി തെറി വിളിക്കുന്ന മനുഷ്യരുണ്ട്. എല്ലാ പ്രാർത്ഥനകൾക്കും ഇടയ്ക്കല്ലേ ഈ മനുഷ്യരെല്ലാം ഈ എല്ലാത്തരം തെറ്റുകളും ചെയ്യുന്നത് അല്ലേ. ആ ഒരു യാഥാർത്ഥ്യം സിനിമയിലൂടെ കാണിക്കുകയാണ്. അപ്പോൾ ഒരു എഴുത്തുകാരൻ ഈ പരിശുദ്ധാത്മാവിൻ്റെ പാട്ടിനെ ഇങ്ങനെ ഈ അടിപിടി ബഹളങ്ങൾക്കിടയിൽ ഇങ്ങനെ എടുത്തു വെക്കേണ്ടതുണ്ടോ എന്നുള്ളത് ഉപരിപ്ലവമായ ഒരു ചിന്തയിൽ നിന്നും ഇത് വെച്ചതിലൂടെ എന്താണ് നമ്മുടെ ജീവിതത്തോട് ചോദിക്കേണ്ടത്. നമ്മളും ഈ പരിശുദ്ധാത്മാവിൻ്റെ പാട്ടുകൾക്കും എല്ലാ വിശുദ്ധമായ പ്രാർത്ഥനകൾക്കിടയിലൂടെയും നമ്മളും ഈ ലോകകാര്യങ്ങളിൽ എല്ലാ തെറ്റുകളിലും ഇടപെട്ടുകൊണ്ടിരിക്കുകയല്ലേ എന്ന് ഒരു ചോദ്യം എല്ലാവരെയും ചോദിക്കാൻ പ്രേരിപ്പിക്കാനാണ് ആ സീൻ. അങ്ങനെ ചോദിക്കുന്നതാണ് നല്ലത്. അതോടൊപ്പം സിനിമ ഷൂട്ടിംഗ് സമയത്ത് രസകരമായ അല്ലെങ്കിൽ ദൈവപരിപാലനം അനുഭവിച്ച എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിരുന്നു? ഇത് മുഴുവൻ ദൈവപരിപാലനയായിട്ടാണ്. നമുക്ക് ഈ ദൈവപരിപാലനം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉള്ളതാണ്. പക്ഷെ ചില കാര്യങ്ങളിൽ നമ്മളത് പ്രത്യേകം അനുഭവിച്ചറിയും. അപ്പം ഞാൻ ഈ ദൈവപരിപാലന അനുഭവിച്ചറിഞ്ഞ ഒരു മേഖലയാണ് ഈ സിനിമ. അതിൻ്റെ തുടക്കം മുതൽ ഈ സിനിമ രൂപപ്പെട്ടത്, അതിൻ്റെ കഥ രൂപപ്പെട്ടത്, അതിനൊരു ഡയറക്ടർ, ഇതെല്ലാം രൂപപ്പെടുന്നത്, അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പ്, എല്ലാം കഴിയുമ്പോൾ കോവിഡ്, ആ സമയത്ത് അത് മാറ്റിവെക്കുന്നത്, ഈ കാത്തിരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. മറിച്ച് ഈ സിനിമ ഇറങ്ങി അത് വിജയമാകുമ്പോഴത്തേക്കും നമ്മളെ അതിനെ ശാന്തമായിട്ട് അതിന് മുമ്പ് നിൽക്കാൻ
നമ്മളെ പ്രേരിപ്പിക്കുന്നത് അല്ലേ? ഈ കാലയളവ് കൊണ്ട് ഈ സിനിമയെ തന്നെ നല്ലതുപോലെ മനസ്സിലാക്കാൻ അല്ലേ, ഇപ്പം ചോദ്യങ്ങൾക്ക് എനിക്ക് എൻ്റേതായ ഉത്തരം ഉണ്ടാകാനും ഇതെല്ലാം ദൈവപരിപാലനയുടെ ഭാഗമാണ്. അപ്പം ഈ സിനിമ ഇറങ്ങിയപ്പോഴും വീണ്ടും കോവിഡ് എന്ന് കേൾക്കുന്നു, അതിൽ നിന്ന് രക്ഷപ്പെടുന്നു. മഴയുടെ സമയമായിരുന്നു. ഏതായാലും സിനിമ ഒരു ചെറിയ ആൾക്കൂട്ടം ചെയ്ത സിനിമ ഒരു വലിയ തരത്തിൽ. അപ്പോൾ എനിക്കതിനെ വളരെ ലളിതമായിട്ട് പറഞ്ഞ എൻ്റെ ദൈവാനുഭവം, ഒരു 5 അപ്പം ഈശോയുടെ കയ്യിലേക്ക് കൊടുത്തു. അത് 5000-ലും 50,000-ലും പകരം ആൾക്കാർക്ക് വർദ്ധിപ്പിച്ചതുപോലെ കേരളത്തിലും ഗൾഫിലും ഇപ്പോൾ കാനഡയിൽ ഓടുന്നു. എല്ലായിടത്തുമായിട്ട് ദൈവം വർദ്ധിപ്പിച്ചു എന്നൊരു ദൈവാനുഭവവും ദൈവപരിപാലനയും ഞാനത് തിരിച്ചറിയുന്നു. അച്ഛാ, നേരത്തെ ഞാനൊന്ന് ചോദിക്കാൻ വിട്ടുപോയ കാര്യം, പ്രണയരംഗവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിമർശനം കൂടി ഒന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു നായിക അപ്പനോട് പറയുന്നുണ്ട്, സിനിമയിലെ കൈക്കാരൻ അന്ന് ആ രാത്രി വൈദികന്റെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് പറയുന്നുണ്ട്. അപ്പം അപ്പൻ ആ മകളെ ഈ വൈദികനുമായിട്ടുള്ള ഒരു പ്രണയബന്ധത്തെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ചില ഡയലോഗുകളുണ്ട്. നുള്ളി എടുക്കണം, തുറന്നെടുക്കണം എന്ന രീതിയിലുള്ള ഡയലോഗ്. അതിപ്പം മോള് ആ വ്യക്തിയെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ വിളിച്ചിറക്കിക്കൊണ്ട് പോവാ, അപ്പൻ അതിനെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ ഒരു തരത്തില് അത്തരത്തിലൊരു വൈദികനെ പ്രണയിക്കുന്നത് ഒരു സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു സന്ദേശം സിനിമ കാണുന്ന പെൺകുട്ടികളുടെ ഒരു ബോധ മനസ്സിലേക്കെങ്കിലും അടിച്ചേൽപ്പിക്കാൻ അത്തരം രംഗങ്ങൾ കാരണമാകില്ലേ? ഒരിക്കലുമില്ല. കാരണം നമ്മൾ സിനിമയിലൊരു വില്ലനെ കാണിക്കുന്നു, ആ വില്ലൻ്റെ വില്ലത്തരമായിട്ടും കുറുക്കത്തരമായിട്ടും ഇത് കാണിക്കുന്നു. ഇതൊരു ഹീറോയിസമുള്ള എലമെൻ്റ് അല്ല, ഇതൊരു കുറുക്കത്തരമാണ്, ഇത് തെറ്റാണ്. ആ തെറ്റിനെ കറക്റ്റ് ചെയ്യുന്നതാണ് സിനിമ. അപ്പോൾ ആ സിനിമയിലെ ഒരു എലമെൻറ്റ് എടുത്തിട്ട് അത് മാതൃകയാകില്ല എന്ന് ചോദിക്കുന്നതിനകത്ത് അർത്ഥമില്ല. അങ്ങനെയാണെങ്കിൽ ബൈബിളിലും യേശു ഒരിടത്തൊരു കാര്യം പറയുന്നു, മറുഭാഗത്ത് യൂദാസ് പറയുന്നു. യൂദാസ് പറയുന്നത് അല്ലേ, ഈ സുഗന്ധ തൈലം കൊണ്ട് വിറ്റ് അത് പാവപ്പെട്ടവർ കൊടുത്തൂടെ, ഇത് ഇത്രയും വിലയുള്ളതാണ്. അത് യൂദാസ് അത് പറയാൻ പാടില്ലോ, പറഞ്ഞു കഴിഞ്ഞാൽ അത് ആൾക്കാരെ പ്രേരിപ്പിക്കില്ലേ എന്ന് പറഞ്ഞ് സിനിമയിലെ ക്രിസ്തു എന്ന കഥാപാത്രത്തെ മാത്രം നിർത്തി മറ്റ് കഥാപാത്രങ്ങൾ പറയുന്ന തെറ്റായിട്ടുള്ളതെല്ലാം നിശബ്ദമാക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാരണം ബൈബിൾ എഴുതിയിരിക്കുന്നത് അറിയാം, അവിടെ ഹീറോ ക്രിസ്തുവാണ്. ആ ക്രിസ്തു പറയുന്നതാണ് ശരിയായ കാര്യം. മറ്റ് കഥാപാത്രങ്ങൾ പറയുന്നത് വില്ലന്മാരും സഹനടന്മാരും ഒക്കെയാണ് അല്ലേ? അപ്പം പത്രോസ് പറയുന്നത് ഞാൻ അയാളെ അറിയുകയില്ല. അങ്ങനെ പത്രോസ് പറഞ്ഞതുകൊണ്ട് ക്രിസ്തുവിനെ തള്ളിപ്പറയാനുള്ള പ്രേരണ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് ആ ഡയലോഗ് സൈലൻ്റ് ആക്കേണ്ട, മ്യൂട്ടാക്കേണ്ട കാര്യം ബൈബിളില്ലല്ലോ. അതുപോലെ തന്നെ മണിയമ്പിള്ള രാജുവിൻ്റെ ഇസ്താക്കിയുടെ കഥാപാത്രം മ്യൂട്ടാക്കണ്ട, അതല്ല, അതിലെ ഹീറോ വേറെയുണ്ട്. അച്ഛൻ അതോടൊപ്പം അവസാനമായിട്ട് അച്ഛൻ ഈ ഒരു സിനിമാ ഫീൽഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ അടുത്ത കാലങ്ങളിൽ സിനിമയിൽ മാത്രമല്ല കലാസാഹിത്യ മേഖലയിലൊക്കെ ക്രൈസ്തവ വിശ്വാസത്തെ അത് നിശ്ചിതമായിട്ട് അവഹേളിക്കുന്നുണ്ട്. ഈ കലയിലൂടെ എങ്ങനെ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഒരു ന്യൂ ജനറേഷൻ കാലഘട്ടത്തിൽ കൂടുതൽ എഫക്റ്റീവായിട്ട് നമുക്ക് ഇവാഞ്ചലൈസേഷൻ നടത്താം? ഒരു ഉദാഹരണമാണ് വലയൻ സിനിമ. എങ്ങനെയാണ് അതിനെപ്പറ്റി അച്ഛൻ്റെ ഒരു ആശയം? ഈ ഇവാഞ്ചലൈസേഷനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണമെന്നുള്ളതാണ്. കാരണം ക്രിസ്തുവിൻ്റെ ഒരു സ്നേഹത്തിലൂടെ സഞ്ചരിക്കുക, നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഇപ്പം നമുക്ക് എല്ലാത്തിനെയും മറ്റുള്ളവർ തെറ്റ് ചെയ്യുന്നു, അതിനെ എതിർത്തുകൊണ്ടിരിക്കുന്നു, അവർ തെറ്റ് ചെയ്യുന്നു, നമ്മൾ എതിർത്തുകൊണ്ടിരിക്കുന്നു. ഈ തെറ്റും എതിർപ്പും ആക്ഷൻ റിയാക്ഷൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അതിനേക്കാൾ നമ്മൾക്ക് ചെയ്യാവുന്ന ഒരു ആക്ഷൻ, അതാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ക്രിസ്തു ഒരിക്കലും റിയാക്ഷനിലായിരുന്നില്ല, ആക്ഷനിലായിരുന്നു. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് ഏത് സാഹചര്യത്തിലും ക്രിസ്തുവിൻ്റേതായി ചെയ്യാൻ ഉള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഒരാൾ വന്ന് സൗഖ്യം തരണമെന്ന് പറഞ്ഞപ്പോൾ ഈശോ അയാളെ തൊട്ടപ്പോൾ അയാൾ സൗഖ്യം കിട്ടി. പിന്നൊരിക്കൽ ഒരാൾ കുരിശിൽ കിടക്കുമ്പോൾ നെഞ്ചത്ത് കുത്തി, നമ്മുടെ പറയുന്നത് ആ കുത്തിയത് ഒരേ കണ്ണിന് കാഴ്ചയില്ലാത്ത ആളായിരുന്നു. ഈ ചോര വീണ് അയാൾക്കും കാഴ്ച കിട്ടി. അപ്പോൾ ഈശോയുടെ ചോരയുടെ നിറവും സ്നേഹത്തിൻ്റെ നിറവും മാറിയില്ല. ചോദിച്ചാക്കും കിട്ടി, കുത്തിയാക്കും കിട്ടി. എന്ന് പറഞ്ഞാൽ ഈശോ സാഹചര്യങ്ങളനുസരിച്ച് പ്രതികരിച്ചും കൊണ്ടിരിക്കാതെ ഈശോക്ക് കർത്താവിന് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോയി, നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. നമ്മളും ചെയ്യാവുന്ന നന്മകൾ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക. അല്ലാതെ വിമർശനങ്ങൾക്ക് മറുപടി കൊടുത്ത് മാത്രം നിൽക്കുന്നത് നമ്മളെന്നും അവിടെ തന്നെ നിൽക്കും. മറുപടി കൊടുക്കണ്ടെന്നല്ല, ക്രിസ്തുവിൻ്റെ ഭാഷയിൽ നമുക്ക് ക്രിസ്തുവിന് വേണ്ടി മറുപടി കൊടുക്കാം. പക്ഷേ വിമർശനങ്ങൾ മറുപടി എല്ലാവരും ഒരിടത്ത് തന്നെ നിൽക്കും. ഈ വഞ്ചി മുമ്പോട്ട് നീങ്ങുന്നില്ല. വഞ്ചി മുമ്പോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മളാൽ കഴിയുന്ന നന്മകൾ, ആ നന്മ ചെയ്ത്
ആവുന്ന കണക്ക് ചെയ്ത് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് എനിക്ക് തോന്നുന്നു. അച്ഛാ, ഇത്ര നേരം വരയൻ സിനിമയെക്കുറിച്ച് വളരെ രസകരമായ അനുഭവങ്ങൾ അച്ഛൻ പങ്കുവയ്ക്കുകയുണ്ടായി. ഇനിയും കൂടുതൽ ശക്തമായി കലയിലൂടെ കർത്താവിന് സാക്ഷ്യം വഹിക്കാൻ അച്ഛന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. അച്ഛൻ്റെ വിലയേറിയ സമയം ഷെക്കേന ന്യൂസിലെ പ്രേക്ഷകരുമായി പങ്കുവച്ചതിന് അച്ഛന് ഒത്തിരി നന്ദി. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.